എപ്പോഴും പെർഫ്യൂമില് യുണീക്കാണ് അല്ലെങ്കിൽ വ്യത്യസ്തനായിട്ട് നിൽക്കുന്ന ഒരു മണത്തിനാണ് ആൾക്കാർ എപ്പോഴും പ്രശംസ നൽകുന്നത്. സോ ആ അർത്ഥത്തിൽ പ്രശംസ കൊടുക്കാൻ പറ്റുന്ന ഒരു പെർഫ്യൂം മറ്റൊരു പെർഫ്യൂമുമായിട്ട് എനിക്ക് സിമിലാരിറ്റി തോന്നിയിട്ടില്ല. ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള മറ്റു പെർഫ്യൂമായിട്ട് എനിക്ക് സിമിലാരിറ്റി തോന്നിയിട്ടില്ല. റെയ്ഹാൻ, അതുപോലെ തന്നെ ഫ്രഞ്ച് അവന്യൂ, ഇതുപോലെ ഒരുപാട് ആളുകൾ തോന്നിച്ച ഒരു പെർഫ്യൂമാണ്, ഒരു ബ്രാൻഡാണ് പാരിസ് കോർണർ. ഇതുവരെ ഞാൻ അതുകൊണ്ട് ഡിസ്കവർ ചെയ്തിട്ടില്ല. അടുത്ത കാലത്താണ് പാരിസ് കോർണർ ഞാൻ ട്രൈ ചെയ്യാൻ തുടങ്ങിയത്. ഇനി പാരിസ് കോർണറിന്റെ ഒരുപാട് പെർഫ്യൂംസ് ട്രൈ ചെയ്യണമെന്നുണ്ട്. നമ്മൾ ഓൾറെഡി പാരിസ് കോർണറിന്റെ പ്രോഡിജി ട്രൈ ചെയ്തിരുന്നു. ആ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഡാർക്ക് മിസ്റ്റീരിയസ് കാർഡമം ബീസ്റ്റ് മോഡ് പെർഫ്യൂം ആയിരുന്നു പ്രോഡിജി. നല്ല ബോട്ടിൽ ഡിസൈൻ ആയിരുന്നു, പെർഫോമൻസും സ്ട്രോങ് ആയിരുന്നു. അതിനുശേഷം പിന്നീട് വേറെ ഒന്നും വാങ്ങാൻ പറ്റിയിരുന്നില്ല. അപ്പൊ ഈ ഇടക്കാലത്ത് എനിക്കൊരു 8-10 പേര് തന്നെ വാട്സപ്പിൽ പിന്നെ ചിലർ കമന്റിലും പറഞ്ഞു പിസ്താച്ചിയോ ഈ ഒരു പെർഫ്യൂം റിവ്യൂ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. കയ്യിലുണ്ട്, ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. എനിക്ക് ഒരു എത്തും പിടിയുമില്ല. ഫ്രാഗ്രന്റിക്കയിലെ നോട്ട് കണ്ട് കണ്ണു തള്ളിപ്പോയി. നോട്ട് കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയാം, അടുത്ത പാർട്ടിൽ ഞാൻ പറയാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബ്ലൈൻഡ് ആയിട്ട് ഞാൻ ട്രൈ ചെയ്യാണ്. ഇങ്ങനെയാണ് ബോക്സ് വരുന്നത്. പാരിസ് കോർണർ കൊടുത്തിട്ടുണ്ട്, പിസ്താഷിയോ, ബാക്കിൽ എംബ്ലോക്ക് കാര്യങ്ങളും PDP ആണ് കോൺസെൻട്രേഷൻ വരുന്നത്. ഇവിടെ വില കൊടുത്തിട്ടുണ്ട് 2499 രൂപ, 100 ml ആണുള്ളത്. ഒരുപാട് ആളുകൾ യൂസ് ചെയ്തിട്ടും നമുക്ക് കോംപ്ലിമെന്റ്സ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഈ ഒരു സാധനം പിസ്താഷിയോ. ഞാൻ അതിനുശേഷമാണ് ഇതിൽ ഇങ്ങനെ ഈ നോട്ടും കാര്യങ്ങളൊക്കെ നോക്കിയത്. പ്രാരംഭിക്കൽ നോട്ട് കൊടുത്തിരിക്കുന്നത് അത് ഞാൻ വായിക്കാൻ. എനിക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാവിധ സ്വീറ്റുകളൊക്കെ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഗ്രൂപ്പിൽ തന്നെ, നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെ, വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കുറെ ആളുകൾ ചേട്ടാ ഇത് വാങ്ങി ട്രൈ ചെയ്യണം, അടിച്ച സമയത്ത് എത്ര കോംപ്ലിമെന്റ് കിട്ടിയെന്നൊക്കെ പറഞ്ഞു. അത് കേട്ടത് എനിക്കും ഒരു കൗതുകം. ബോട്ടിൽ കൊള്ളാം, നല്ലൊരു ബോട്ടിൽ. പിസ്താഷിയോ പാരിസ് കോർണർ കൊടുത്തിട്ടുണ്ട്. ക്യാപ്പ് അത്യാവശ്യം ഭാരമുള്ള ക്യാപ്പാണ്, മെറ്റലാണെന്ന് തോന്നുന്നു. താഴെ അവരുടെ കമ്പനി ലോഗോയും കാര്യം ഇവിടെ പാരിസ് കോർണർ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ബോട്ടിൽ ഡിസൈൻ കൊള്ളാം. സ്പ്രേ കൊള്ളാം. ഇത് ഒരു രക്ഷയില്ല കേട്ടോ. ഓപ്പണിംഗിൽ പിസ്താഷിയോ ഹേസൽനട്ട്, പിസ്താഷിയോയുടെ യഥാർത്ഥ സ്മെല്ല് നമുക്ക് കിട്ടും. ആ ഒരു സോൾട്ടി സ്വീറ്റ് ഫ്രഷ് ആയിട്ടുള്ള പച്ച നിറത്തിലുള്ള പിസ്താഷിയോ, ആ തോട് പൊളിച്ച് എടുത്ത് കാണുന്നുണ്ട്. ഒരു ഈ ഗ്രീൻ നിറത്തിൽ തന്നെയുള്ള പിസ്താഷിയോ, ആ ഒരു പിസ്തയുടെ മണം, നല്ല സ്വീറ്റ് പിസ്തയുടെ മണവും, പിന്നെ വാനില ഐസ്ക്രീം, ബട്ടർ സ്കോച്ച്, കാരമൽ, അതുപോലെ ഹേസൽനട്ടും. ഓപ്പണിംഗ് ഒരു രക്ഷയില്ല, യൂണീക്കാണ്. പിസ്തയുടെ മണം എനിക്ക് അങ്ങനെ പെർഫ്യൂമിൽ കിട്ടിയിട്ടില്ല. ആദ്യമായിട്ടാണ് പിസ്തയുടെ മണമുള്ള ഒരു പെർഫ്യൂം ഞാൻ അടിക്കുന്നത്. ഇത് പക്ക പാർട്ടി മെറ്റീരിയൽ പ്ലേ ബോയ് സംഭവം ഒക്കെ ആണ് അറിഞ്ഞ് പറഞ്ഞിട്ടുണ്ട്. എയറിൽ കിട്ടുന്ന മണം പിസ്താഷിയോ, ഹേസൽനട്ട്, വാനില, ഐസ്ക്രീം, ഇത്രയും മതി. അതായത് വാനിലയും പിസ്താഷിയോയും ഒക്കെ ചേർന്ന ഒരു ഐസ്ക്രീം സ്മെല്ലാണ് എയറിൽ വരുന്നത്. പ്രത്യേകിച്ച് ഞാൻ ഇനി പറയേണ്ട കാര്യമില്ല. ആളുകളെ ഫ്ലാറ്റ് ആക്കുന്ന ഒരു ഓപ്പണിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഇങ്ങനെയുള്ള നോട്ട് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ബാക്കി ഞാൻ അടുത്ത പാർട്ടിൽ പറയാം. ഇനീഷ്യൽ ഇംപ്രഷൻ അടിപൊളി പെർഫ്യൂം, സ്വീറ്റ് പിസ്താഷിയോ ഹെസൽനട്ടിന്റെ മണമുള്ള നല്ലൊരു പെർഫ്യൂം. കഴിഞ്ഞ ദിവസം ട്രൈ ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞിരുന്നു. ഇന്നലെ തന്നെ എനിക്കൊരു ഡെന്റിസ്റ്റിന്റെ അടുത്ത് കാണാനുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ 1-2 ഷോപ്പിലും പോകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം ഇതാണ് ഞാൻ അടിച്ചിട്ട് പോയത്. അപ്പം ട്രൈ ചെയ്തു, പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് മനസ്സിലായി, പുറത്ത് എത്ര നേരം നിൽക്കുമെന്ന് മനസ്സിലായി. അതിനെക്കുറിച്ചാണ് ഇപ്പൊ രണ്ടാം ഭാഗം എനിക്ക് പറയാനുള്ളത്. തുടക്കത്തിൽ തന്നെ ഞാൻ നോട്ട് പറയാം. നോട്ട് നമ്മൾ ഒരു പെർഫ്യൂമിൽ എന്തൊക്കെയാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതെല്ലാം ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. 1 പിസ്താഷിയോ, ഐസ്ക്രീം, ബെർഗാമോ, ഹേസൽനട്ട്, കാർഡമോ, റം. മിഡിൽ നോട്ടിൽ പെയർ, ജാസ്മിൻ, റോസ്, ജെറാനിയം, റാസ്ബെറി, പീച്ച്. ബേസ് നോട്ടിൽ വിപ്ഡ് ക്രീം, മാഷ്മെലോ, കോട്ടൺ കാൻഡി, ടോങ്ക ബീൻ, സീഡർ വുഡ്. ഇതിനകത്ത് പിസ്താഷിയോ, ഐസ്ക്രീം, വാനില, ബെർഗാമോ, ഫ്രൂട്ടി, ക്രീം, മാഷ്മെല്ലോ, കോട്ടൺ കാൻഡി, മധുരം അല്ലെങ്കിൽ സ്വീറ്റ് നോട്ടിന്റെ ഓവർലോഡാണ് ഈ പെർഫ്യൂം മുഴുവൻ. സ്വീറ്റ് പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവർ, പാർട്ടി ക്ലബിംഗ്, പെർഫ്യൂം അടിച്ചിട്ട് പോകുമ്പോൾ 4 ആൾ അറിയണം, കോംപ്ലിമെന്റ് ചെയ്യണം, ഏത് പെർഫ്യൂമാണ് അടിച്ചിരിക്കുന്നത് ചോദിക്കണം, അങ്ങനെയുള്ളവർക്കുള്ളതാണ് കാലിബർ. അതുകൊണ്ട് തന്നെ അത്തരം ചടങ്ങുകൾ നന്നായിട്ട് ഉപയോഗിക്കുക. ഞാൻ ഒന്നും ട്രൈ ചെയ്യാം. ഇന്നലെ ട്രൈ ചെയ്തിട്ട് എന്റെ ഷർട്ടിൽ ഇപ്പോഴും ഡ്രൈ ഡൗൺ ഉണ്ട്. എന്നിട്ട് അതേ ഷർട്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴും രാവിലെ ഇട്ടിരിക്കുന്നത്. എന്റെ കയ്യിൽ ജസ്റ്റ് അടിച്ചു നോക്കി, ഇപ്പോഴും എനിക്ക് എന്നെ ഡ്രൈ ഡൗൺ കിട്ടുന്നുണ്ട്. സോ ഒരു വീക്ക് ആയിട്ടുള്ള ഒരു പെർഫ്യൂം അല്ല, സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂമാണ്.
ബോട്ടിൽ ഡിസൈനൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. ഇതിനൊരു ബുൾഗാരി ടൈഗറിന്റെ ഒക്കെ ഒരു ഇതിന്റെ സ്പ്രെയർ നല്ല സ്പ്രെയർ ആണ്, കണ്ടോ, പ്രഷറൈസ് ചെയ്തിട്ടുള്ള സ്പ്രെയർ ആണ്. ഇതിന് റോ ആയിട്ടുള്ള പിസ്റ്റാഷിയോടെ നാച്ചുറൽ സ്മെല്ലാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. പിസ്റ്റാഷിയോടെ നോട്ടുണ്ട്. നമുക്ക് എയറി സ്വീറ്റ് ഐസ്ക്രീം, പിസ്റ്റാഷിയോ ഫ്ലേവർ ഉള്ള ഐസ്ക്രീം സ്മെൽ. അതിൽ ഹേസൽനട്ട്, വാനില, മിൽക്കി വാനില സ്മെൽ, ഒരു അറേബ്യൻ ഡിസേർട്ടിന്റെ ഒക്കെ ഒരു സ്മെല്ല്, കുക്കീസിന്റെ ഒക്കെ ഒരു സ്മെല്ല്, പിസ്റ്റാഷിയോ കൊണ്ട് ഉണ്ടാക്കിയ ഗ്രീൻ പിസ്റ്റാഷിയോ കുനാഫയൊക്കെ ട്രൈ ചെയ്തിട്ട് നമുക്ക് അറിയാൻ പറ്റും. പിസ്റ്റാഷിയോയുടെ ഒരു ഫ്ലേവർ നമ്മളത് കഴിക്കുമ്പോൾ ഒരു പിസ്റ്റാഷിയോയുടെ ഫ്ലേവർ നാവിനടിയിൽ വരുന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഒരു മണം നമുക്ക് മൂക്കിൽ കിട്ടും. അപ്പൊ അതേപോലെയുള്ള ഒരു റോ പിസ്റ്റാഷിയോ സ്മെല്ലാണ്. എന്നെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെ കിട്ടിയിട്ടുള്ള നോട്ടല്ല പിസ്റ്റാഷിയോയുടെ മണം. വളരെ അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു നോട്ടാണ് പിസ്റ്റാഷിയോ. പെർഫ്യൂമില് അത് നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. വളരെ യുണീക്കാണ്. ഒന്നാമത് ഒരു പെർഫ്യൂം യുണീക്ക് ആയിരിക്കണം, അതിന് യുണീക്കാണ്. പിന്നെ പെർഫോമൻസ് ഉണ്ടോ എന്ന് വെച്ചാൽ നല്ല പെർഫോമൻസ് ഉണ്ട്, അതും കൊള്ളാം. ലോങ്ജിവിറ്റി കൊള്ളാം, പ്രൊജക്ഷനും കൊള്ളാം. അപ്പോൾ മണം വൈസ് നോക്കുമ്പോൾ നമ്മൾ ഒരുപാട് 10-300 പെർഫ്യൂം റിവ്യൂ ചെയ്തിട്ട് പിസ്റ്റാഷിയോയുടെ ഫ്ലേവർ വരുന്ന പെർഫ്യൂം ഇന്ന് വരെ ഒരു നോട്ടിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇത് ആ ഒരു കാര്യത്തിൽ വളരെ യുണീക്കാണ്. എപ്പോഴും പെർഫ്യൂമില് യുണീക്കിനാണ് അല്ലെങ്കിൽ വ്യത്യസ്തനായിട്ട് നിൽക്കുന്ന ഒരു മണത്തിനാണ് ആൾക്കാർ എപ്പോഴും പ്രശംസ നൽകുന്നത്. സോ ആ അർത്ഥത്തിൽ പ്രശംസ കൊടുക്കാൻ പറ്റുന്ന ഒരു പെർഫ്യൂം മറ്റൊരു പെർഫ്യൂമായിട്ട് എനിക്ക് സിമിലാരിറ്റി തോന്നിയിട്ടില്ല. ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള മറ്റു പെർഫ്യൂമായിട്ട് എനിക്ക് സിമിലാരിറ്റി തോന്നിയിട്ടില്ല. സോ ഒരു യൂണീക്ക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇത് ഒരുപാട് ആളുകൾ, ഞാനിത് ഒരു സാഹചര്യത്തിൽ മാത്രമാണ് അടിച്ചിട്ടുള്ളത്. അത് ഈ പറഞ്ഞ ഹോസ്പിറ്റൽ ഒരു ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയപ്പോൾ, പിന്നെ പോയത് ഒരു ബൊട്ടീക്കിലൊക്കെയാണ്. അപ്പം ഒരു തയ്യലിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പോയത്. അപ്പം കല്യാണം, പാർട്ടി, ക്ലബിങ്ങിനൊക്കെ പോയ ഒരുപാട് സുഹൃത്തുക്കൾ, നമ്മുടെ കമ്മ്യൂണിറ്റിയുള്ള നമ്മുടെ ഫ്രാഗ്രൻസ് കമ്മ്യൂണിറ്റിയിലുള്ള ഒരുപാട് സുഹൃത്തുക്കൾ, അവര് അവിടെ കയ്യിൽ 10-50 പെർഫ്യൂംസ് ഒക്കെ ഉണ്ടായിട്ട് കോംപ്ലിമെന്റ് കിട്ടാത്തതിന് ഇതിൽ കോംപ്ലിമെന്റ് കിട്ടി എന്ന് പറഞ്ഞ് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു. ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ഈ സാധനം വാങ്ങിയിട്ടുണ്ട്, അഭിപ്രായം പറയാൻ പറഞ്ഞു. അപ്പോൾ അവര് പറഞ്ഞു ഓഫീസിലൊക്കെ പോയപ്പോൾ കോംപ്ലിമെന്റ് കിട്ടിയതായിട്ടും യുഎസിലുള്ള എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത്. ഒരു മദാമ ഇത് അടിച്ചിട്ട് നിന്ന് പുള്ളിക്കാരി ചോദിച്ചത് ഏത് പെർഫ്യൂം അടിച്ചിരിക്കുന്നത്. അപ്പം പേര് കൃത്യമായിട്ട് പ്രൊണൗൺസ് ചെയ്യാൻ അറിയത്തുകൊണ്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്തു ഈ പെർഫ്യൂം. അങ്ങനെയും കുറച്ച് ആളുകൾ എന്നോട് അഭിപ്രായം പറഞ്ഞു. നല്ല അഭിപ്രായങ്ങളാണ് ഈ പെർഫ്യൂമിനെ കുറിച്ച് കേൾക്കുന്നത്. പിന്നെ ഞാൻ വാങ്ങുന്ന സ്റ്റോറുണ്ട്. സ്റ്റോറിൽ ചോദിച്ച പീസാണ് കിട്ടാനില്ല, ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്ന് പറഞ്ഞു. പിന്നെ ഓൾറെഡി കാരിസ് കോർണറിന്റെ സൈറ്റിൽ നിന്ന് പണ്ട് പെർഫ്യൂം വാങ്ങിയിരുന്നത് കണ്ടതാണ്. ഞാൻ അൺബോക്സ് ചെയ്തപ്പോൾ പൊട്ടിയ അവസ്ഥയിലേക്ക് കിട്ടിയത്. അപ്പൊ എനിക്കത് സൈറ്റിൽ നിന്ന് വാങ്ങാൻ ഞാൻ തയ്യാറല്ലായിരുന്നു. എനിക്ക് അത്ര വിശ്വാസമല്ല ഈ സൈറ്റിൽ നിന്ന് വാങ്ങുന്നത്. പൊതുവെ ഞാൻ വിശ്വസിക്കാറില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പാരീസ് കോർണറിന്റെ ഈ പെർഫ്യൂം എങ്ങനെ ഒപ്പിക്കാൻ പറ്റും അന്വേഷിച്ചപ്പോഴാണ് ഒടുവിൽ ഇതിന്റെ ഇന്റർനാഷണൽ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടുള്ള ഒരു മലയാളിയെ പരിചയപ്പെട്ടത്. അപ്പൊ അദ്ദേഹമായിട്ട് സംസാരിച്ചു. പുള്ളി പറഞ്ഞത് ഡയറക്റ്റ് അയച്ചിട്ടാണ്. അങ്ങനെ അദ്ദേഹം എനിക്ക് ഈ പെർഫ്യൂം ഞാൻ സ്റ്റോക്ക് വെച്ചു. 3-4 പെർഫ്യൂം ഞാൻ ഓർഡർ കൊടുത്തു. അങ്ങനെ എനിക്ക് അയച്ചു. അപ്പൊ എന്റെ സെല്ലർ എന്നോട് പറഞ്ഞു 2200 രൂപയാണ് എന്നോട് സെല്ലർ പറഞ്ഞത്. ഞാൻ വാങ്ങുന്ന സ്റ്റോർ അതില്ല, ഔട്ട് സ്റ്റോക്ക് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു എത്ര രൂപ വരുമെന്ന് ചോദിച്ചു. 2200 ആകുമെന്ന് പറഞ്ഞു. അപ്പം എന്നോട് ഈ മലയാളി ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടർ, അയാൾ ഇതിന്റെ ഇന്ത്യയിൽ മുഴുവനുള്ള ഡിസ്ട്രിബ്യൂട്ടറാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ റിവ്യൂ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം 1700 രൂപയ്ക്കാണ് എനിക്ക് അയാൾ തന്നത്. 1700. ഞാൻ അദ്ദേഹത്തിന്റെ നമ്പർ കമന്റിൽ മെൻഷൻ ചെയ്യാം. നിങ്ങൾക്ക് ഡയറക്റ്റ് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. 2200 പുള്ളി പറഞ്ഞത് ഞാൻ ഇൻ കേസ് ഞാൻ വീഡിയോ ഇട്ടിട്ട് ഞാൻ ഈ വിലയ്ക്ക് വാങ്ങിയിട്ട് വീഡിയോസ് ഇടുമ്പോൾ ആൾക്കാർക്ക് എത്ര രൂപ കൊടുക്കുന്നു പറഞ്ഞു. പുള്ളി പറഞ്ഞു അതേ വിലയ്ക്ക് 500 രൂപ കുറച്ച് 1700 തരാമെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പം അങ്ങനെയാണ് എനിക്ക് ഈ പെർഫ്യൂം കിട്ടുന്നത്. ഞാൻ പണ്ട് മറ്റേ പെർഫ്യൂമിന്റെ പേര് പറഞ്ഞത് പാരീസ് കോർണർ പ്രോഡിജി വാങ്ങിയപ്പോൾ നിങ്ങൾ കണ്ടത് പൊട്ടിയ അവസ്ഥയിലാണ് കിട്ടിയത്. സോ അതുകൊണ്ട് റിസ്ക് എടുക്കാൻ താല്പര്യമില്ല. അങ്ങനെ എന്തായാലും സേഫ് ആയിട്ട് എത്തിച്ചു. നല്ല രീതിയിൽ പാക്കൊക്കെ ചെയ്ത് പവർ റപ്പൊക്കെ വെച്ച് നല്ല രീതിയിൽ കെയർ ചെയ്ത് അയച്ചു DTDC വഴി. പാക്കിങ്ങിങ് ഒക്കെ പക്കയായിരുന്നു ഇത്തവണ. ഞാൻ 3-4 പെർഫ്യൂം ഓർഡർ കൊടുത്തു. അതിൽ എനിക്ക് പക്കയായിട്ട് കിട്ടി. ആൾക്കാർ കൂടുതൽ റെക്കമെൻഡ് ചെയ്ത പെർഫ്യൂമാണ് ഞാൻ ട്രൈ ചെയ്തത്. എനിവേ ഇപ്പൊ നമ്പർ ഞാൻ മെൻഷൻ ചെയ്യുന്നത് ഡയറക്റ്റ് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഡീലർ ഡിസ്ട്രിബ്യൂട്ടർ വഴി തന്നെ നിങ്ങൾക്ക് വാങ്ങാം. മലയാളിയാണ്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ നമ്മുടെ വീഡിയോ കണ്ട് ചെല്ലുവാണെന്നുണ്ടെങ്കിൽ ലിങ്ക് അയച്ചു കൊടുക്കുക. ലിങ്ക് അയച്ചു കൊടുത്തിട്ട് ഈ വീഡിയോ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞാൽ അവർ 500 രൂപ കുറച്ച് 1700 നമുക്ക് കിട്ടും എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അത്രയേ ഉള്ളൂ. മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പെർഫ്യൂമിനെ കുറിച്ച് പറയാം. ഇനി ഇതിന്റെ പെർഫോമൻസ് ഞാനൊരു 8-9 സ്പ്രേ അടിച്ചു. അത്യാവശ്യം സ്പ്രേ അടിക്കുന്ന ഒരാളാണ്. 9 സ്പ്രേ ആണെന്ന് തോന്നുന്നു. 9 സ്പ്രേ അടിച്ചു. എനിക്ക് 7-8 മണിക്കൂറാണ് ലോങ്ജിവിറ്റി കിട്ടിയത്. അത് അറിയുന്ന തരത്തിലും മണം ആണ് പറയുന്നത്. നമുക്ക് ഡിറ്റക്ട് ചെയ്യുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് മണം എത്തുന്ന തരത്തിലും 8 മണിക്കൂറാണ് നിന്നത്. ഇപ്പോഴും മണമുണ്ട്. ഇന്നലെ ഇത് ഏതാണ്ട് ഒരു 11 മണിക്ക് ആണ് ഞാനിത് ട്രൈ ചെയ്തത്. ഇപ്പൊ വീഡിയോ എടുക്കുന്നത് 12:50 ഉച്ചയ്ക്ക്.
ഇപ്പോഴും രക്ഷപ്പെട്ടില്ല, ഡ്രൈ ഡൗൺ കിട്ടുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ പിസ്താഷ്യോ ആണ് മെയിൻ നോട്ട് വരുന്നത്, എങ്കിലും വാനിലയുടെ നോട്ടുണ്ട്, ഹേസൽനട്ടിന്റെ നോട്ടുണ്ട്. മിഡിൽ നോട്ടിലേക്ക് വരുമ്പോൾ വൈറ്റ് ഫ്ലോറൽ സ്മെല്ല് വരും. വൈറ്റ്, യെല്ലോ ഫ്ലോറൽ, വെള്ള നിറത്തിലുള്ള പൂക്കൾ, മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ, ഒരു പൂക്കളുടെ ഒരു മണം, ജെറാനിയം പോലുള്ള പൂക്കൾ, ഫ്ലോറൽ സ്മെല്ലും വരും. അപ്പോൾ ഫ്ലോറൽ പിസ്താഷ്യോ വാനില സ്മെല്ല് വരും. ഗുർമോണ്ട് ആണ്, ഫ്രഷ് ആണ്, ഫ്ലോറൽ ആണ്. പിന്നെ യൂണിസെക്സ് ആണ്. ഇത് നന്നായിട്ട് ഗേൾസിന് വർക്ക്ഔട്ട് ആവും. ലേഡീസ് ഇത് ട്രൈ ചെയ്യുക, ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. മെൻസിനും യൂണിസെക്സ് ആണ്, ആണിനും പെണ്ണിനും ഒരുപോലെ വർക്ക്ഔട്ട് ആവും. രണ്ടു കൂട്ടരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, വർക്ക്ഔട്ട് ആവും. ഇനി അഡിക്റ്റഡ് ഒക്കേഷൻ എന്ന് പറയുന്നത് പ്രധാനമായും ഇത്തരം പെർഫ്യൂമുകൾ ഇതൊരു എന്താ പറയുക, സ്വീറ്റ് പെർഫ്യൂമാണ്. സ്വീറ്റ് പെർഫ്യൂംസ് ഉപയോഗിക്കുന്ന ഒക്കേഷൻസ് നിങ്ങൾക്ക് അറിയാം. കല്യാണം, കൂട്ടുകാരുമായിട്ടുള്ള യാത്ര, ഗേൾ ഫ്രണ്ടുമായിട്ടൊക്കെ ഒരുമിച്ച് പോകുമ്പോൾ, ഡിന്നറിന് പോകുമ്പോൾ, നൈറ്റ് ഔട്ട്, പിന്നെ രാവിലെയുള്ള ചടങ്ങുകൾ, ആഘോഷങ്ങൾക്ക് വേണ്ടി മാത്രം, ആഘോഷങ്ങൾക്ക് ഉപയോഗിക്കും. പിന്നെ വല്ലപ്പോഴൊക്കെ ആഴ്ചയിൽ 1-2 തവണ ഓഫീസിൽ അടിക്കും. ഓഫീസിൽ സ്ഥിരം അടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും, സ്ഥിരം അടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ സ്വീറ്റ് പെർഫ്യൂമാണ്. അപ്പൊ സ്വീറ്റ് പെർഫ്യൂം സ്ഥിരം അടിച്ച് എല്ലാവർക്കും അത് ഫെമിലിയർ ആക്കി കൊടുക്കരുത്. അത് വല്ലപ്പോഴും അടിച്ചിട്ട് ചെല്ലുമ്പോൾ ആൾക്കാർ കൊള്ളാം, നല്ല മണം, കൊള്ളാമല്ലോ, വെറൈറ്റി ആണല്ലോ എന്ന് പറയണം. അത് നമ്മൾ ഡെയിലി അടിച്ചിട്ട് പോകും. ഡെയിലി ഫ്രഷ് ആയിട്ടുള്ള സിട്രസ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്, മാൻസറ, ലെമൺ ലൈം, നല്ലൊരു ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ പെർഫ്യൂമാണ്. പിന്നെ ഇത് യൂത്തിനും, ടീനേജ് പിള്ളേർക്കും, യൂത്തിനും, കോളേജിൽ പോകുന്നവർക്കും, സ്കൂളിൽ പോകുന്നവർക്കും ഒക്കെ യൂത്തിനൊക്കെ പറ്റിയ സാധനമാണ്. യൂത്ത് പിന്നെ ഒരു പ്ലേ ബോയ്, എപ്പോഴും ഒരു ഹാപ്പി മൂഡിൽ നിൽക്കുന്ന, കറക്കവും ബൈക്കിൽ യാത്രയും കാമുകയും ഫ്ലേർട്ടിംഗ് ഒക്കെ ചെയ്യുന്നു, അങ്ങനെയൊക്കെ ഒരു യോയോ ടൈപ്പ് ക്യാരക്ടർ ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യും. മുതിർന്നവർക്കും ട്രൈ ചെയ്യാം. ഈ പിസ്താഷ്യോ നോട്ട് അല്പം മെച്ചൂർ ആയിട്ടുള്ള സ്മെൽ ആയതുകൊണ്ട് തന്നെ പിസ്താഷ്യോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നട്ട്സ് ആണ്. അപ്പോൾ ആ ഒരു മണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നോട്ടാണ്. ഇപ്പോൾ ഗൾഫ് ഷോപ്പിലൊക്കെ ചെല്ലുമ്പോൾ കുപ്പിക്കകത്ത് ഭരണിയിലെ പിസ്താഷ്യോ, അണ്ടിപ്പരിപ്പ്, ബദാം പരിപ്പൊക്കെ കാണാം അല്ലെ. അതൊക്കെ ഒന്ന് തുറക്കുമ്പോൾ ഒരു കിട്ടുന്ന ഒരു സ്മെല്ലൊക്കെ തന്നെയാണ് ഇതിന്റെ മണം. ഒപ്പം വാനിലയുടെ സ്മെല്ലും. സോ ഇത് മെച്ചൂർ ആയിട്ടുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ കാലാവസ്ഥ എന്ന് പറയുന്നത് ഏത് കാലാവസ്ഥയിലും യൂസ് ചെയ്യാൻ പറ്റും. പിസ്താഷ്യോ എന്ന് പറയുന്നത് ഒരു ഉഷ്ണമേഖലയിൽ വളരുന്ന ഒരു നട്ടാണ്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു മണം നമുക്ക് ചൂട് കാലാവസ്ഥയിൽ യൂസ് ചെയ്യാം. പക്ഷെ വെയിലത്ത് അടിച്ചിട്ട് ഇറങ്ങരുത്, കാരണം സ്വീറ്റ് പെർഫ്യൂമാണ്. വെയിലത്ത് ഉപയോഗിക്കാം, പക്ഷെ വെയിലത്ത് അടിച്ചിട്ട് ഇറങ്ങരുത്. ഓഫീസിലൊക്കെ പോകുമ്പോൾ, ഒരു മീറ്റിംഗിന് പോകുമ്പോൾ, ഒരാളെ പരിചയപ്പെടാൻ പോകുന്നു, ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണാൻ പോകുന്നത്, അല്ലെങ്കിൽ വലിയൊരു ബിസിനസ് മീറ്റിംഗ് ഉണ്ട്, ക്ലയൻസ് ഒക്കെ ഒരുപാട് ആളുകൾ വരും, അവരുടെ മുമ്പിൽ ചെല്ലുമ്പോൾ ഈ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ഒക്കെ ഉണ്ടല്ലേ, ആളുകളായിട്ടൊക്കെ ഇടപെടുന്ന ആളുകൾ, അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ സാഹചര്യങ്ങൾ യൂസ് ചെയ്യുക. ഇപ്പോൾ ഡോക്ടറിനൊക്കെ കാണാൻ പോകുന്ന, മെഡിക്കൽ ട്രിപ്പ്, ഇടയ്ക്ക് ഫ്രഷിന് പോയി ഇങ്ങനെയുള്ള സാധനങ്ങൾ അടിച്ചിട്ട് പോകുക. അതായത് ആദ്യത്തെ ഒരു മീറ്റിംഗ് തന്നെ ഗംഭീരമാക്കാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെയുള്ള ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഏറ്റവും മധുരിക്കുന്ന ഓർമ്മകളുള്ള സാഹചര്യങ്ങളൊക്കെ ഇത് ഉപയോഗിക്കും. ഓക്കെ, ഇത്രയാണ് എനിക്ക് ഈ പെർഫ്യൂമിനെ കുറിച്ച് പറയാനുള്ളത്. ഇപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾ ഒരു കാര്യം എടുത്ത് പറയേണ്ട ഒരു കാര്യം ഞാൻ പറയാം. നമ്മളൊരു 2000-3000 രൂപയുടെ പെർഫ്യൂമിലേക്ക് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഒരു മാൻസറ അല്ലെങ്കിൽ സെർജോഫിന്റെ ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിക്കരുത്. ചിലരൊക്കെ വന്നിട്ട് സിന്തറ്റിക് ആണെന്നൊക്കെ ചോദിക്കുന്നു. ഞാൻ പറയട്ടെ, 3000 രൂപ താഴെ വരുന്ന ഏത് പെർഫ്യൂമാണ് നമുക്ക് മാൻസറ അല്ലെങ്കിൽ സെർജോഫ് അല്ലെങ്കിൽ ഓർത്തോ പാരിസി ഇതൊക്കെ ക്വാളിറ്റി വരുന്നത്? അപ്പൊ നമ്മൾ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 10,000-20,000 അല്ല. അപ്പൊ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ക്വാളിറ്റി ഉണ്ടാവും. പക്ഷേ 3000 രൂപ താഴെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വേണ്ടത്ര പെർഫോമൻസ് ഇല്ലെങ്കിൽ നമുക്ക് പരാതി പറയാം. ഞാൻ 3000 രൂപ മുടക്കിയിട്ട് എനിക്ക് എന്താ ഇത് പറയുന്ന പെർഫോമൻസ് കിട്ടിയില്ല, ലോങ്ജിവിറ്റി കിട്ടിയില്ല, പ്രൊജക്ഷൻ കിട്ടിയില്ല. ഓക്കെ, പറയാം. പക്ഷെ ഇതിൽ പ്രൊജക്ഷൻ ഉണ്ട്, ലോങ്ജിവിറ്റി ഉണ്ട്, കോംപ്ലിമെന്റ് കിട്ടുന്ന ഫാക്ടർ, എല്ലാത്തിനും ഉപരി ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു സ്മെല്ല്. ഇപ്പൊ യുണീക്നെസ്സിന് നമ്മളൊരു മുൻതൂക്കം കൊടുത്തേ പറ്റും. ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെക്കും. ഓക്കെ, അത് ഞാൻ എടുത്ത് പറയുകയാണ്. ചിലർക്ക് പറയുന്നത് എന്തുകൊണ്ട് അത് പറയുന്നില്ല, അതിനുള്ള ഉത്തരവാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു മിനിമൽ ആയിട്ടുള്ള ഒരു തുകയാണ്. ആ തുകയ്ക്കുള്ള ക്വാളിറ്റിയും പെർഫോമൻസും നമുക്ക് കിട്ടുന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. നമ്മൾ 2000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 25,000 രൂപയുടെ ഒരു ക്വാളിറ്റി നമ്മൾ പ്രതീക്ഷിക്കരുത് അല്ലെ. അങ്ങനെയല്ല, അതല്ല എന്റെ ന്യായം എന്ന് പറയുന്നത്. ഇപ്പോൾ 10 ലക്ഷം രൂപയുടെ കാർ വാങ്ങിയിട്ട് നമ്മൾ 2.5 കോടി രൂപയുടെ കാറിന്റെ ഒരു ആഡംബരവും ഒരു പ്രൗഡിയും ഗംഭീരവും ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല. 2 കോടിയുടെ കാറും 2 കോടി രൂപയുടെ ഒരു പ്രത്യേകത ഉണ്ടാവും. നമ്മൾ 10 ലക്ഷം രൂപയുടെ കാർ വാങ്ങിയിട്ട് 10 ലക്ഷം രൂപയ്ക്കുള്ള ക്വാളിറ്റി കാണണം അല്ലെ. ഒരു 2 ലക്ഷം രൂപയുടെ ക്വാളിറ്റി പോലും എനിക്ക് നമുക്ക് വരാതെ പറയാം. സോ അതിൽ ഈ ഒരു കാര്യത്തിൽ നമുക്ക് ഞാൻ പറയാം, യൂണീക്നെസ്സിലും ലോങ്ജിവിറ്റിയിലും പ്രൊജക്ഷനിലൊക്കെ നല്ലതാണ്. ഇത്രയാണ് ഈ പെർഫ്യൂമിനെ കുറിച്ച് പറയാനുള്ളത്. ഞാൻ കമന്റിൽ എനിക്ക് അയച്ചു തന്ന ആ ഒരു സെല്ലറിന്റെ നമ്പർ ഞാൻ കമന്റിൽ വെച്ചിരിക്കാം, പിൻ ചെയ്ത് വെക്കാം. നമുക്ക് ഡയറക്റ്റ് അതിനകത്ത് തന്നെ ചോദിച്ച് വാങ്ങാവുന്നതാണ്. 1700 രൂപയേ ഉള്ളൂ. 1700 രൂപയ്ക്ക് 100 ml ഈ പെർഫ്യൂം വർത്താണ്. പിന്നെ ഇത് കുറച്ചും കൂടി ഒന്ന് മാസിലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കുറെ കൂടി പോട്ടന്റ് ആകുമെന്നാണ് എൻ്റെ അടുത്ത് ഇത് ട്രൈ ചെയ്ത കുറച്ച് ആൾക്കാർ പറഞ്ഞത്. അവർ പറഞ്ഞത് ഒരു 2-3 മാസം കഴിഞ്ഞിട്ട് ഇത് പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ തന്നെ സ്ട്രോങ് ആണ്, ഓൾറെഡി സ്ട്രോങ് ആണ്. അപ്പൊ കമന്റിൽ നമ്പർ മെൻഷൻ ചെയ്യാം. ഡയറക്റ്റ് വാങ്ങുക. അത് ഓതറൈസ്ഡ് ഡിസ്ട്രിബ്യൂട്ടർ ആണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് അവിടെ നിന്ന് നിങ്ങൾക്ക് സാധനം ജെന്യൂൻ ആയിട്ട് വാങ്ങാൻ പറ്റും. നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങാം. മലയാളിയാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് എനിക്ക് ഈ പെർഫ്യൂമിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾ ആരെങ്കിലും ഇത് ഒരുപാട് ആളുകൾ എനിക്ക് കമന്റിൽ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പേഴ്സണലി നമ്മുടെ കമന്റിലും പലരും പറയാനുണ്ട്. സോ ട്രൈ ചെയ്തിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായം ജെന്യൂൻ ആയിട്ട് കമന്റിൽ പറയുക. താങ്ക് യു സോ മച്ച്.